രോഗത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലനീരിറക്കം എന്ന് പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ നീരിറക്കമായി വരുന്ന വ്യക്തികൾക്ക് പൊതുവിൽ നമ്മൾ കൊടുക്കുന്ന ചികിത്സ സ്നേഹസ്വേദ ചികിത്സകളാണ് വേണ്ടത്. ഈ സ്നേഹസ്വേദ ചികിത്സകൾ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത്തരം സ്നേഹം സ്വേദം ഈ രീതിയിലൂടെ തന്നെ ചെയ്യുന്ന പൊടിക്കിഴിയാദിയായിട്ടുള്ള ഒരുപാട് ചികിത്സകൾക്ക് ശേഷം ഇവർക്ക് പൂർണ്ണമായും മാറ്റം ഉണ്ടാവാറുണ്ട്. തലയിലെ എണ്ണ തേച്ച് പണ്ട് കാലത്ത് ഇതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് മൂർധതൈലത്തിൽ വിട്ട ബലഹടാദി, ബലകുളിച്ചാദി, ബലധാത്രിയാദി, എത്രയാദി മരുന്നുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എഫക്റ്റീവായിട്ട് ഈ പല്ലിനൊക്കെ കേടുവരുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട്. ഈവൻ റൂട്ട് കനാലും ഇതൊക്കെ ചെയ്ത് ഒരു കാര്യമില്ലാൻ്റെ 2 ഭാഗത്തെ പല്ല് പറിച്ച് കളയുകയും തുടർന്ന് ഈ അസുഖമാണെന്ന് തിരിച്ചറിയുകയും പല്ലും പോയി ആരോഗ്യം പോയി എല്ലാം പോയിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള നിർദ്ദേശം നമ്മൾ രാസനാദി ചൂർണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. കുളി കഴിഞ്ഞിട്ട് പിന്നെ തലവേർക്കുന്ന ആനുപാതികമായിട്ട് അത് ഡ്രൈ ആവാൻ അനുവദിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചൂടിൽ വർക്ക് ചെയ്തിട്ട് തണുപ്പിലേക്ക് മാറുകയും തണുപ്പിൽ വർക്ക് ചെയ്തിട്ട് ചൂടിലേക്ക് മാറുക. അതായത് നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് കാറിൽ എ സിയിലേക്ക് കടക്കുകയും പിന്നീട് എ സിയിൽ നിന്ന് വീണ്ടും വെയിലത്തിറങ്ങി പണിയെടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരു പരിധി വരെ ഇതിനെ പറ്റിയിട്ടുള്ള ആക്ഷേപങ്ങൾ കൂടുതൽ ഉയർന്നു വരുന്നത്. എന്നിരുന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് ഷോൾഡറിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പിന്നെ ചില ആളുകൾക്ക് എണ്ണ തീരെ പറ്റാറില്ല. മിക്ക കേസുകൾ നേരത്തെ പറഞ്ഞാൽ വൈരുദ്ധ്യമായിട്ടാണ് പറയുന്നത്. എണ്ണ തേച്ചിട്ട് ഈ ബുദ്ധിമുട്ട് കൂടി വരുന്നവർ, അതായത് മിക്ക ആയുർവേദ ചികിത്സകൾ നടത്തിയിട്ട് വരുന്നവരാണ് ഇവിടെ ഉള്ളത്. അവർക്കൊക്കെ തലയിൽ എണ്ണ തേച്ചിട്ട് വേദനയും ബുദ്ധിമുട്ടും കൂടി, കാരണം നീരിറക്കം ഇത് സമ്മതിക്കുന്നില്ല എന്ന്. അത് നോക്കിയിട്ട് വേണം അതൊക്കെ തീരുമാനിക്കാൻ. നമ്മൾ ബ്ലഡിലുള്ള CRP അങ്ങനത്തെ ഒക്കെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ.